ഹായ്, റജാസ് അഹമ്മദ് ഹിയർ, ദ കാർ കെയർഗ്രാഫർ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുസുക്കി ജിംനിയാണ്. 1917 സുസുക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡലാണ് സുസുക്കി ജിംനി. ഒരു വാഗൺ ടൈപ്പ്, ഒരു മിനി കോമ്പാക്ട് SUV ആയിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഇതിൻ്റെ 4th ജനറേഷനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. 2018 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, 19 മാർക്കറ്റിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സ്റ്റോക്ക് ജിംനിയെ ബ്രാബസിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് വരെ അവർ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ബെറ്റർ എക്സാമ്പിളാണ് ഈ കീ. ബ്രാബസിൻ്റെ ലോഗോ, ബ്രാബസിൻ്റെ കംപ്ലീറ്റ് കവറും യൂസ് ചെയ്തിട്ടാണ് അവർ ഈ കീ കസ്റ്റമൈഡായിട്ട് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഹുഡിനെ കംപ്ലീറ്റ് കാർബൺ ഫൈബറിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ലോഗോസ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ബ്രാബസിൻ്റെ ലോഗോസ് ആണ്. അതുപോലെ ഈ കാണുന്ന ഗ്രില്ലിൽ വരുന്ന ഈ ഒരു ചേഞ്ചസ്, ഇതെല്ലാം ഒറിജിനൽ ബ്രാബസിൽ തന്നെ അവർ എടുത്തിരിക്കുന്നതാണ്. ഈ ബമ്പർ ബ്രാബസ് കിറ്റിൽ വരുന്നതാണെങ്കിലും ഈ ലിപ്പ് G63 വരുന്ന ലിപ്പാണ്. അതിന് അവർ കട്ട് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഇതിനു വേണ്ടി കോമ്പാക്റ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. സൈഡ് പോർഷനിലേക്ക് നോക്കുമ്പോൾ മേജറായിട്ട് പറയേണ്ട ചേഞ്ചസ് ഇത് തന്നെയാണ്. ഈ ഒരു സൈഡ് സ്കൂപ്സ് ആണ്. ഇത് നമ്മുടെ ഔട്ടർ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിംനിയിലുള്ള പോർഷൻ തന്നെയാണ്. എന്നാൽ ഈ ഇൻസൈഡ് വരുന്ന പോർഷൻ ആക്ച്വലി ജിംനിയിൽ ഇല്ല. അത് ബ്രാബസിന്റെ തന്നെ ഒറിജിനൽ പാർട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇൻബിൽറ്റ് ചെയ്തിരിക്കുകയാണ്. അകത്തേക്ക് അവർ മോഡിഫൈ ചെയ്ത് അങ്ങനെ അതിനുവേണ്ടി മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ബോഡി ലൈനിലുള്ള ഈ ഒരു കാർബൺ ഫൈബർ ലൈനിങ്സ്, അതെല്ലാം നോർമൽ വരുമ്പോഴത്തേക്കും കാർബൺ ഫൈബർ അല്ലാതെ കാർബൺ ഫൈബറിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ ബ്രാബസിന്റെ ചെറിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ബ്രാബസിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ്. എന്തൊക്കെ ചേഞ്ചസ് ആണോ നോർമൽ ബ്രാബസിൽ വരുന്നത്, അതിന്റെ കംപ്ലീറ്റ് ആ ഒരു അപ്പിയറൻസ് ഇതിലേക്ക് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്പെസിഫിക് തിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു ലൈറ്റ്സ് ഉണ്ട് ഇവിടെ ബ്രാബസിൽ വരുന്ന സെയിം ലൈറ്റ്സ് അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലോക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ലോക്കിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് ആ ബ്രാബസിന്റെ ലുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈവൻ ഈ ഒരു സ്പെസിഫിക് ഡീറ്റെയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടുത്തെ ഈ ലോക്ക്, ഈ ബ്രാൻഡിങ് മാത്രമല്ല, ഈ ചെറിയൊരു ലോക്കിൽ തന്നെ ആ ബ്രാബസിന്റെ ലോഗോ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പോയിലർ വരുമ്പോൾ സ്പോയിലർ അതുപോലെ ബ്രാബസിന്റെ ആ കിറ്റിൽ അതിന് കൂടെ വരുന്നതാണ്. പക്ഷെ ആ ഒരു ബ്രാബസിന്റെ തന്നെ ഒറിജിനൽ ലുക്ക് കിട്ടാനായിട്ട് അതിന്റെ ആ ബ്രാൻഡിങ് എല്ലാം അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സൈഡിൽ അതുപോലെ ഒരു ചെറിയൊരു എയർവെന്റും ഉണ്ട്. ബാക്കിലത്തെ സ്പെയർ വീലിന്റെ കവറാണ്. അത് എടുത്തു പറയേണ്ടതാണ്. ബ്രാബസിന്റെ ഒറിജിനൽ കവർ എടുത്തിട്ട് ഈ ഒരു നമ്മുടെ ഡയമെൻഷനിലേക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് സ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ബ്രാബസിന്റെ വീൽസ് ആണ്, വീൽ കവറാണ്. റിയർ പോർഷനിൽ ഞാൻ പറഞ്ഞില്ലേ, സ്പോയിലറും വീൽ കവറും നമ്മുടെ നോർമൽ ബോഡി കിറ്റിൽ വരുന്ന ബമ്പറും അല്ലാതെ പിന്നെ ഉള്ള ചേഞ്ചസ് നമ്മുടെ ലോഗോസ് ആണ്. പിന്നെ ലോക്സ് ഉണ്ട്. ഞാൻ ഡോർ ലോക്കിൽ പറഞ്ഞ അതേപോലെ ലോക്കിന്റെ ചേഞ്ചസ് എല്ലാം അവർ ഇതിലും വരുത്തിയിട്ടുണ്ട്, ഡോർ ഹാൻഡിൽസിൽ. ദെൻ അതുപോലെ ബ്രാബസിന്റെ ഒരു നമ്പർ പ്ലേറ്റിന്റെ ഫ്രെയിം, അത് കസ്റ്റം മെയ്ഡ് ആണ്. അതും അവർ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. വീൽസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രാബസിന്റെ വീൽസിലേക്ക് അവർ കൊണ്ടുപോയിട്ടില്ല. ബിക്കോസ് വീൽസിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിയറിംഗിൽ വരുന്ന വൈബ്രേഷൻസും അങ്ങനെയുള്ള മെക്കാനിക്കൽ ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് അവർ ജിംനിയുടെ തന്നെ വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർ മീൻ ചെയ്തിരിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ലോ റേഡിയസ് വീൽസിൽ ഹൈ പ്രൊഫൈൽ ടയറാണ്. ആ ഒരു ഓഫ് റോഡിങ് ലുക്കും കൂടി കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ഒരു വീല് തന്നെ അവർ ചൂസ് ചെയ്തത്. എക്സ്റ്റീരിയറിൽ വരുന്ന പിന്നെ ലാസ്റ്റുള്ള ഒരു മോഡിഫിക്കേഷൻ നമ്മുടെ മെർസിഡീസിന്റെ തന്നെ ഒറിജിനൽ സൈഡ് മിറേഴ്സ് ആണ്. അതുപോലെ ബ്രാബസിന്റെ ആ ഒരു ലുക്ക് കിട്ടുന്ന ജിംനിക്ക് വേണ്ടിയുള്ള കസ്റ്റം മെയ്ഡായിട്ടുള്ള എയർ സ്കൂപ്സ് ആണ് ഫ്രണ്ടിൽ വരുന്ന. ഇന്റീരിയർ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്റീരിയർ പറയാനുണ്ട്. അതിൽ മെയിൻലി ആണ് നമ്മുടെ ഡോർ പാനൽ കംപ്ലീറ്റ്ലി കസ്റ്റം മെയ്ഡാണ്. ബ്രാബസിന്റെ ആ ഒരു ഫിനിഷിൽ ലുക്കും കിട്ടാനായിട്ട് ഒരു അൽക്കന്താറ ഫിനിഷിലും ലെതർ കോമ്പിനേഷനിലും കാർബൺ ഫൈബർ കോമ്പിനേഷനിലുള്ള ഒരു ഡോർ പാഡാണ് അവർ കസ്റ്റം മെയ്ഡായിട്ട് എടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് പറയാനായിട്ടുള്ളത് വിൻഡോസിന്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ, നമ്മുടെ ബ്രാബസിൽ വരുന്ന സെയിം ഫിനിഷിൽ. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സ്വിച്ച് അവർ കൊടുത്തിരിക്കുന്ന ഡോറിന്റെ അൺലോക്കിംഗ് ആൻഡ് ലോക്കിംഗ് ആണ്. അത് നോർമൽ ജിംനിയിൽ വരുന്നില്ല. നോർമൽ ജിംനിയിൽ നമ്മുടെ ഇവിടെ ഉള്ള ഡോർ ലോക്കിന്റെ കൂടെയുള്ള സ്വിച്ചാണ് വരുന്നത്. അതിന് പകരം അത് കൂടാതെ ഒരു എക്സ്ട്രാ ഒരു സ്വിച്ചും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ബ്രാബസിന്റെ സെയിം ഫിനിഷിലുള്ള ഒരു ചെറിയൊരു ട്യൂട്ടർ
അതുമായി അതിൻ്റെ ഒരു കാർബൺ ഫൈബർ കവർ, അതുപോലെ തന്നെ ബ്രാബസിൻ്റെ അതേ ഫിനിഷിലുള്ള ഒരു സ്പീക്കർ കവർ, ഇതെല്ലാം അതായത് എന്തൊക്കെ ബ്രാബസിൽ വരുന്നുണ്ടോ അതെല്ലാം അതുപോലെ തന്നെ അവർ മാക്സിമം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്റീരിയറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അത്രയ്ക്ക് മാത്രം മോഡിഫിക്കേഷൻസ് ആണ് അവർ ഇന്റീരിയറിൽ വരുത്തിയിരിക്കുന്നത്. കാർബൺ ഫൈബർ സ്റ്റിയറിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, അതും ബ്രാബസിന്റെ സെന്റർ ലോഗോ വെച്ചിട്ട്. പിന്നെ കംപ്ലീറ്റ്ലി കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. അതിൽ AC വെൻസ് മെർസിഡീസിൻ്റെ എന്നാണ്, അത് ബ്രാബസിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സെന്റർ കൺസോളിൽ വരുന്ന ഒരു ചെറിയൊരു ക്ലോക്ക് വരുന്നുണ്ട്, അതും ബ്രാബസിന്റെ തന്നെയാണ്. പിന്നെ മിഡിൽ പോർഷനിൽ, നോർമൽ ജിംനിക്ക് മിഡിൽ പോർഷനിലാണ് കൺട്രോൾ സ്വിച്ചസ് വരുന്നത്, ഡോർ അൺലോക്കിംഗ്, അതുപോലെ വിൻഡോസിന്റെ സ്വിച്ചസ് എല്ലാം വരുന്നത്. അതെല്ലാം ഇവിടേക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഗ്നീഷൻ സ്വിച്ച് ആണ്. അത് ആക്ച്വലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇഗ്നീഷൻ സ്വിച്ച് നോർമലി സ്റ്റിയറിംഗിന്റെ സൈഡിലായിട്ട് വരുന്ന ഇഗ്നീഷൻ സ്വിച്ച് നമ്മുടെ ഒറൂസിന്റെ, ലംബോർഗിനി ഒറൂസിന്റെ സ്റ്റൈലിൽ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ലുക്കിൽ തന്നെ 2019 ഇറങ്ങിയ G63 അല്ലെങ്കിൽ ബ്രാബസിന്റെ ആ ഒരു ഡാഷ്ബോർഡിന്റെ ഫിനിഷ് കിട്ടുന്ന രീതിയിലാണ് അവർ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. മീറ്റേഴ്സ് ഇപ്പോഴും ജിംനിയുടെ തന്നെ മീറ്റേഴ്സ് ആണ്. മെക്കാനിക്കലി അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഫീച്ചർ ഇഷ്യൂസ് എല്ലാം അവോയ്ഡ് ചെയ്യാനാണ് മീറ്റേഴ്സ് എല്ലാം ഗേജസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. ഈ ഒരു സെന്റർ സ്ക്രീന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, അത് ആൻഡ്രോയിഡ് സ്ക്രീനാണ് സെപ്പറേറ്റ് അവർ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ, അതായത് ഈ രണ്ട് AC വെൻസിനും ഈ ഒരു ക്ലോക്കിനും വേണ്ടി കസ്റ്റം മെയ്ഡ് ആയിട്ട് എടുത്ത ഒരു പോർഷനാണിത്. ആ ഒരു AC വെൻസ് ഇതിൽ സ്യൂട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഗിയർ നോബും അതുപോലെ ബ്രാബസിന്റെ ഡിസൈൻ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വെഹിക്കിളിന്റെ ബോഡി കളറിലെ ഗ്രേ കളറും അതുപോലെ തന്നെ വരുന്ന ബ്രാബസിന്റെ കോമ്പിനേഷനായ റെഡ് ലൈനിങ്സും അതുപോലെ തന്നെ സീറ്റ്സിലും ഫാബ്രിക്സിലും കംപ്ലീറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു മേജർ എക്സാമ്പിൾ ആണ് നമ്മുടെ റൂഫ്. അതുപോലെ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ഫ്ലോർ മാറ്റ് വരെ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റിന്റെ ഹൈറ്റ് കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു SUV ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫീല് കിട്ടാനായിട്ട് അതിനെ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ്സിന്റെ ഫിനിഷ് എന്ന് പറയുമ്പോൾ കുറച്ച് കസ്റ്റം മെയ്ഡ് ആണ്, ബ്രാബസിന്റെ ഡിസൈൻ അല്ല, എന്നാൽ ബ്രാബസിന്റെ ലോഗോസ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും മൈന്യൂട്ടായിട്ട് ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ട് ഈ പാഷനേറ്റ് ആയിട്ട് ഈ വണ്ടി ഇത്രയും മോഡിഫൈ ചെയ്തെടുത്ത ഓണറിന് തന്നെ നമ്മൾ ആദ്യം ഒരു താങ്ക്സ് പറയണം. മിസ്റ്റർ മർവാൻ നമ്മുടെ ഒരു എമിറാത്തി ഫ്രണ്ടാണ്, ഇവിടെ ദുബായിലാണ്. പുള്ളിയുടെ പ്രൊഫഷൻ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ അതുപോലെ തന്നെ ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി പുള്ളി ഈ കാറ് വിട്ടു തന്നതിലും പുള്ളിക്കൊരു താങ്ക്സ്. പിന്നെ ഈ കാറിന്റെ ഇത്രയും മോഡിഫിക്കേഷൻസ് ചെയ്തെടുത്തിരിക്കുന്നത് ഫാസ്റ്റ് കാർ സെന്റർ എന്ന് പറയുന്ന ഒരു സർവീസ് സെന്ററിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയറിൽ നിങ്ങൾ കണ്ട കംപ്ലീറ്റ് സ്റ്റൈലിംഗ് ആൻഡ് കോസ്മെറ്റിക് തിങ്സ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അൽ കഷ്ക ഓട്ടോയാണ്. സോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഒരു മോഡിഫിക്കേഷൻസോ ഇതുപോലുള്ള സ്റ്റൈലിങ്ങോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടീംസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ പ്രൊഫൈൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. റിജാസ് അഹമ്മദ്, ദ കാർ കെയർ ഗ്രാഫർ.